നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ സൈനിങ് ഓഫ് ദി സീസൺ ഹാൻസി ഫ്ലിക്ക് ആണെന്ന് ആരാധകർ പറയുന്നു. ഫ്ലിക്ക് തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാഴ്സലോണ പഴയ പ്രതാപത്തിലേക്ക് തിരികെ നടക്കുന്നു എന്ന പ്രതീക്ഷ ഇപ്പൊ എല്ലാ ആരാധകരിലും ഉണ്ട്. ഹാൻസി ഫ്ലിക്ക് എന്ത് മാജിക്കാണ് കാണിച്ചത്. കഴിഞ്ഞ തവണത്തെ ടീമിൽ നിന്ന് ഒരുപാട് വ്യത്യാസമൊന്നും ഇത്തവണത്തെ ടീമിലേക്ക് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പല താരങ്ങളെയും നോക്കിയെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ബാഴ്സലോണക്ക് ആ ട്രാൻസ്ഫറുകൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഒരു പരാതിയുമില്ലാതെ ഉള്ള താരങ്ങളെ വെച്ച് മുന്നോട്ട് പോകാൻ ഹാൻസി ഫ്ലിക്ക് തീരുമാനിക്കുന്നു. ആദ്യത്തെ 4 കളികൾ സക്സസ്. ലാലിഗയിൽ അങ്ങനെ ഒരു ടീമും ഇപ്പൊ ഈ സീസണിൽ ഇല്ല. കളിച്ച 4 കളിയും വിജയിച്ച് 12 പോയിന്റോടെ 4 out of 4 12 പോയിന്റോടെ അവർ 1ാം സ്ഥാനത്താണ്. ഫ്ലിക്കിന് വലിയ രൂപത്തിൽ അഭിനന്ദനങ്ങൾ വരുന്നു. സ്റ്റേഡിയം മുഴുവനും ഫ്ലിക്കിന്റെ പേര് ചാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ചാവിയിൽ നിന്ന് ഫ്ലിക്കിലേക്ക് വലിയ മാറ്റമാണത്. ചാവി എപ്പോഴും ഇങ്ങനെ പരാതിയായിരുന്നു, ടീമിൽ ഏതെല്ലാം പൊസിഷനിൽ താരങ്ങളില്ല, അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കുറവാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അത്തരം പരാതികളില്ലാതെ ലഭ്യമായ റിസോഴ്സ് വെച്ച് മികച്ച രൂപത്തിൽ യുവതാരങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹാൻസി ഫ്ലിക്ക് ഒരു മാജിക് തന്നെയാണ് ബാഴ്സലോണയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലിക്കിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. നോക്കുക, ലാമിൻ യമാലിനെ പോലുള്ള യുവതാരങ്ങള് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെറ്ററൻസ് ആയിട്ടുള്ള റഫീഞ്ഞയും ലെവൻഡോസ്കിയും ഒക്കെ റിജീവനേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാനി ഓൾമോ എത്ര മികച്ച രൂപത്തിലാണ് അദ്ദേഹം ടീമിനോടൊപ്പം ഇഴുകി ചേർന്നിരിക്കുന്നത്. സോ ഹാൻസി ഫ്ലിക്ക് ഈസ് കുക്കിംഗ് സംതിങ് സ്പെഷ്യൽ എന്ന് ബാഴ്സ ആരാധകർ വിശ്വസിക്കുന്നു. എന്തായാലും കളിക്ക് ശേഷം ഇന്നലെ 7-0 വെല്ലഡോയിഡിനെ തകർത്ത് തരിപ്പണമാക്കിയ ശേഷം ഹാൻസി ഫ്ലിക്ക് പ്രതികരിക്കേണ്ടത്. അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെയധികം ഹാപ്പിയാണ് ആരാധകർ എൻ്റെ പേര് ചാൻഡ് ചെയ്യുന്നതിൽ. അതുപോലെ സ്ട്രീറ്റിൽ ആരാധകരെ കാണുമ്പോൾ അവർ ആ സന്തോഷം പകരുന്നുമുണ്ട്. സോ അവരുടെ മെന്റാലിറ്റിയും മറ്റുമൊക്കെ എന്നെ വലിയ രൂപത്തിൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സീസണിന്റെ മുമ്പ് ഞങ്ങൾ സ്ക്വാഡ് ശരിക്കും അനലൈസ് ചെയ്തു. ടോപ്പ് ടു ബോട്ടം സ്ക്വാഡ് നോക്കി. ഒരു പരാതിയുമില്ല. ഡെക്കോക്ക് നന്ദി പറയുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരാതികളായിരുന്നു ചാവിക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ പരാതിയില്ല. ഡെക്കോക്ക് നന്ദി പറയുന്നു. ഈ സ്ക്വാഡ് കിടലിനാണ് എന്നങ്ങ് വിശ്വസിക്കുകയാണ് ഹാൻസി ഫ്ലിക്ക്. പിന്നെ അദ്ദേഹം പറയുന്നു, ഞങ്ങളൊരു ഫാമിലി പോലെയാണ്, എനിക്കത് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ തീർച്ചയായിട്ടും ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ സൈനിങ് ഞാനാണ് സൈനിങ് ഓഫ് ദി ട്രാൻസ്ഫർ വിൻഡോ എന്ന് ആളുകൾ പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. പക്ഷേ അതിൽ വല്ലാതെ എങ്ങും മതിമറക്കൊന്നുമില്ല. നമ്മൾ 4 കളികളെ ഈ സീസണിൽ കളിച്ചിട്ടുള്ളൂ. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ചേഞ്ച് ആവാവുന്നതാണ്. ഒബ്വിയസ്ലി ഹാപ്പിയാണ്, ഫാൻസ് സാറ്റിസ്ഫൈഡ് ആണെന്നതിൽ ഹാപ്പിയാണ്. അത് തന്നെയാണ് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നുകൂടി ഹാൻസി ഫ്ലിക്ക് പറയുന്നത്. എന്തായാലും ആരാധകരുടെ ആഗ്രഹത്തിനനുസരിച്ച് മിന്നിക്കത്തുന്ന ഒരു ബാഴ്സലോണ ഇപ്പോ അതിന്റെ ചില ഗ്ലിംസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതേ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഫ്ലിക്കിന് തീർച്ചയായിട്ടും ബാഴ്സയിൽ ചരിത്രം എഴുതാൻ കഴിയും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.